നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ഉന്നാവ് പീഡനക്കേസ് പ്രതി കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ. സുപ്രീം കോടതി നടപടി CBI അപ്പീലിൽ. സാഹചര്യം ഗൗരവതരമെന്നും അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കണമെന്നും കോടതി. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയതിൽ വൻ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. സമഗ്ര അന്വേഷണത്തിനൊരുങ്ങി കോർപ്പറേഷൻ. MLA ഹോസ്റ്റലിൽ മുറിയുള്ളപ്പോൾ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രശാന്തിന് ഓഫീസ് എന്തിനെന്ന് KS ശബരിനാഥൻ. BJPയുടെ ബുൾഡോസർ രാജിന്റെ കേരളത്തിലെ തുടക്കമെന്ന് VK പ്രശാന്ത്. തൃശൂരിൽ പാറളം പഞ്ചായത്തിലും BJPയെ കോൺഗ്രസ് സഹായിച്ചതായി ആരോപണം. UDFന്റെ ബിന്ദു ടീച്ചർ വോട്ട് അസാധുവാക്കി BJP പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചെന്ന് പരാതി. ബിന്ദുവിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തെന്ന് ജോസഫ് ടാജറ്റ്. കൂറുമാറ്റം കോൺഗ്രസിനെ ബാധിച്ച മഹാവ്യാധിയെന്ന് ബിനോയ് വിശ്വം. കോഴിക്കോട് കുഴിയിൽ വീണ് കാൽനട യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് വല്യാപ്പിള്ളി സ്വദേശി മൂസ. അന്ത്യം റോഡ് നിർമ്മാണത്തിനായി കുഴിച്ച കലുങ്കിൽ വീണ്. ആന്ധ്ര വിശാഖപട്ടണത്തിന് സമീപം ടാറ്റ നഗർ എറണാകുളം എക്സ്പ്രസ് ട്രെയിന് തീപിടിച്ച് ഒരാൾ മരിച്ചു. കർണാടക യലഹങ്കയിലെ കുടിയൊഴിപ്പിക്കൽ വിവാദത്തിൽ പ്രശ്നപരിഹാരം തേടി സർക്കാർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം. പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചേക്കും. ഡൽഹിയിൽ പുകമഞ്ഞ് രൂക്ഷം. 120 വിമാന സർവീസുകൾ റദ്ദാക്കി. 5 സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട്. ഉത്തർപ്രദേശിലെ സ്കൂളുകൾക്ക് ജനുവരി 1 വരെ അവധി. ഉന്നാവ് പീഡനക്കേസ് പ്രതി കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ. സുപ്രീം കോടതിയുടെ നടപടി CBI സമർപ്പിച്ച അപ്പീലിലാണ്. സാഹചര്യം ഗൗരവതരമെന്നും അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി. रोज पूछ रहा था कि क्या अब हम अगले 5 मिनट जिंदा रहेंगे या नहीं रहेंगे। अब कम से कम मैं इन्हें ये बता सकता हूँ कि आपके पास अभी बहुत छोटी सी रिलीफ मिली है। बिल्कुल हमें इसको विक्ट्री नहीं कहना चाहिए, मैं इसको विक्ट्री नहीं कह रहा हूँ, ये विक्ट्री नहीं है। ये एक छोटा सा सांस लेने का मौका विक्टिम और उसको परिवार को मिला है। इसके अलावा इस फैसले को मैं कुछ भी नहीं देख सकता, क्योंकि जो CBI ने जो स्टैंड लिया है, जो हमें डर था वही किया उन्होंने। बहुत लिमिटेड पॉइंट पे स्टैंड लिया है उन्होंने, और जो हमारे सबसे मजबूत ग्राउंड थे उनको रेज ही नहीं किया, जो जजमेंट में भी मौजूद हैं। और अगर CBI के पास तो हमारी रिटर्न सबमिशन भी मौजूद थी ना, जो हमने हाईकोर्ट में फाइल की थी, ना उन्होंने हमसे कंसल्ट किया ताकि हम उनकी पिटीशन बेहतर बनाने की कोशिश करते, ना उन्होंने हमें पार्टी बनाया, और कोशिश ये की कि हमें लास्ट मोमेंट तक उनकी जो SLP फाइल है वो भी ना मिले। तब आज भी, लेकिन मैंने आपको पहले भी कहा है, इस बच्ची और इसके परिवार के खिलाफ इतने ज़्यादा अत्याचार हुए हैं, इतने ज़्यादा सबूत मौजूद हैं कि अगर इतनी सी भी बात की जाएगी ना, तो कोई भी जज, कोई भी अदालत इस बच्ची के ही पक्ष में फैसला देगी। പ്രശാന്ത് KK ചേരുകയാണ്. പ്രശാന്ത്, സുപ്രീം കോടതിയുടെ അതിനിർണായകമായിട്ടുള്ള ഇടപെടലാണ് ഈ കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് കൂടുതൽ വാദത്തിലേക്ക് കടക്കാം എന്നുള്ളൊരു കാര്യം കൂടി കോടതി അറിയിക്കുന്നുണ്ട്. എന്താണ് കോടതി പ്രധാനമായും നിരീക്ഷിച്ചത്? ഇതിനകത്ത് ഹൈക്കോടതിയാണ് നിലവിൽ സെൻഗാറിന് ജാമ്യം നൽകിയത്. ഒപ്പം തന്നെ ഈ നടപടികളെല്ലാം തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. മരവിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഈ ജാമ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അത് സ്റ്റേ ചെയ്യുന്നു, ആ നടപടി സ്റ്റേ ചെയ്യുന്നു എന്ന് തന്നെയാണ്. അതായത് ജയിലിൽ തന്നെ സെൻഗാർ തുടരേണ്ടി വരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ തന്നെ കോടതി വ്യക്തമായി ചില, അതായത് CBI മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്, അത് കോടതി അംഗീകരിക്കുകയായിരുന്നു. വലിയ തരത്തിലുള്ള പീഡനമാണ് പെൺകുട്ടി ഏൽക്കേണ്ടി വന്നത്. അതിൽ തന്നെ ഇത്തരത്തിൽ ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ പാലിക്കേണ്ട മര്യാദകൾ സെൻഗാർ പാലിച്ചില്ല എന്നുള്ളതാണ്. അതിൽ നേരത്തെ പ്രധാനമായും ഹൈക്കോടതി
നിരീക്ഷിച്ചതും അല്ലെങ്കിൽ നിലപാടെടുത്തിരുന്നതും പൊതുപ്രവർത്തകർ എന്നുള്ളതാണ്. അതായത് പൊതുസേവകൻ എന്ന കണക്കിൽ MLA വരില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇത്തരം ആളുകൾ പാലിക്കേണ്ട ചില മര്യാദകൾ, മാന്യതകളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും CBI മുന്നോട്ട് വെച്ചത്. അത് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതിൽ ഇപ്പോൾ ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം. സെൻഗാറിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. 4 ആഴ്ചക്കകം ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്നുള്ളതാണ്. 2 കേസുകളാണ് സെൻഗാറിനെതിരെ ഉള്ളത്. ഒന്ന് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസ്, മറ്റൊന്ന് ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട കേസാണ്. അതിൽ തന്നെ പെൺകുട്ടിയുടെ പിതാവ് പോലീസ് കസ്റ്റഡിയിൽ മരിക്കുന്നു. അതിനുശേഷം ബന്ധുക്കൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പെൺകുട്ടി സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ തന്നെ 2 തരത്തിലാണ് കേസുകൾ നിലനിൽക്കുന്നത്. 2നും ശിക്ഷയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജാമ്യം കിട്ടി സെൻഗാർ പുറത്തേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ്. പെൺകുട്ടിക്ക് നിലവിൽ ജീവന് ഭീഷണിയുള്ളത് കൊണ്ട് തന്നെ പെൺകുട്ടി CRPFന്റെ സുരക്ഷയിലാണുള്ളത്. ഡൽഹിയിലാണ് പെൺകുട്ടിയും കുടുംബവും ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാട് സുപ്രീം കോടതി എടുക്കും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതിജീവിതയ്ക്ക് ഏറ്റവും ആശ്വാസകരമാകുന്ന ഒരു നിലപാട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ലിജി, ശരി പ്രശാന്ത്, മറ്റൊരു കാര്യം, ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുമുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഇടപെടൽ ഈ ആരവല്ലി കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പുതിയ നിർവചനത്തിൽ വ്യക്തത വേണം എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി മുന്നോട്ട് വെക്കുകയില്ലേ? വിജയൻ, തീർച്ചയായും ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി തന്നെയാണ്. അതായത് കേന്ദ്ര സർക്കാരാണ് ഈ ആരവല്ലി പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ചില നിർവചനങ്ങൾ പുതുതായി കൊണ്ടുവരുന്നത്. അതിൽ തന്നെയാണ് 100 മീറ്റർ ഉയരം ഉള്ള കുന്നുകളുമായി ബന്ധപ്പെട്ടുള്ള നിർവചനങ്ങൾ വരുന്നു. കുന്നുകൾ തമ്മിലുള്ള അകലങ്ങൾ സംബന്ധിച്ചുള്ള നിർവചനങ്ങൾ വരുന്നു. അത് ഖനന മാഫിയയ്ക്ക് കൂടുതൽ ഗുണകരമാകുന്ന ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു, വിമർശനം ഉണ്ടാകുന്നു. പക്ഷേ ഈ നിർവചനം സുപ്രീം കോടതി തന്നെ അംഗീകരിക്കുന്നു. ആ ഇടപെടൽ അതിനുശേഷം സുപ്രീം കോടതി തന്നെ സ്വമേധയാ വീണ്ടും ഒരു ഹർജി പോലെ തന്നെ ഇത് പരിഗണിക്കുകയാണുള്ളത്. ആ പരിഗണിച്ച സമയത്താണ് ഈ നിർവചനം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വേണമെന്നൊരു നിലപാടിലേക്ക് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു വിദഗ്ധ സമിതി രൂപം നൽകാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു. ആ വിദഗ്ധ സമിതിയെ സഹായിക്കുന്ന സുപ്രീം കോടതിയെ സഹായിക്കാനും അറ്റോർണി ജനറലും അതുപോലെ തന്നെ സോളിസിറ്റർ ജനറലിനെയും കൂടി സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു. വിദഗ്ധ പാനൽ രൂപീകരിച്ച് ആ പാനലായിരിക്കും ഇനി എന്ത് തരത്തിലുള്ള നിർവചനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്ന് തീരുമാനിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ വിദഗ്ധ സമിതി ഉള്ള ആളുകൾ തന്നെയായിരിക്കണം പൂർണ്ണമായും വേണ്ടത്. പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല മേഖലകൾ സംബന്ധിച്ച കാര്യങ്ങൾ അറിയാവുന്ന ആളുകളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി വരണം. ഏതായാലും ഈ ഹർജി വീണ്ടും, അതായത് ഇക്കാര്യം വീണ്ടും ജനുവരി 21 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. അതിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമാണ്. കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ അമിക്കസ് ക്യൂറിക്കും ഇപ്പോൾ സുപ്രീം കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ലിജിൻ, ശരി, എന്നാലും രാജ്യം ഒരുപോലെ ചർച്ച ചെയ്ത പ്രതീക്ഷയുടെ കാത്തിരുന്ന 2 കേസുകളിലും സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായിരിക്കുന്നു. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലത്തിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേടെന്നാണ് കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് തന്റെ ഓഫീസ് മുറി ചെറുതാണെന്നും ആ പരിമിതി മറികടക്കാൻ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഓഫീസ് മുറി കഴിയുമെങ്കിൽ ഒഴിയണമെന്നും ശാസ്തമംഗലം വാർഡ് കൗൺസിലർ R ശ്രീലേഖ ആവശ്യപ്പെട്ടത്. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായതിനെ തുടർന്നാണ് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. നഗരസഭാ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും. പല കെട്ടിടങ്ങളും കടമുറികളും വ്യക്തികൾ കൈമാറി ഉപയോഗിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥ വാടകക്കാരല്ല ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. പല വാണിജ്യ സ്ഥാപനങ്ങളും തലമുറകൾ കൈമാറിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത കൈമാറ്റം നടന്നിട്ടുള്ളതെല്ലാം തിരിച്ചുപിടിക്കാനാണ് നിലവിൽ കോർപ്പറേഷന്റെ തീരുമാനം. കെട്ടിടങ്ങൾ കുറഞ്ഞ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണെന്ന് സെക്രട്ടറി വ്യക്തമാക്കേണ്ടി വരും. MLAയുടെയും കൗൺസിലറിന്റെയും ഓഫീസ് കെട്ടിടങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വാടക കരാറിന്റെ മറവിൽ നേടിയതാണെന്നും ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നിലവിൽ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെയും ശാസ്തമംഗലം വാർഡ് കൗൺസിലറുടെയും ഓഫീസുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള രഹസ്യ വാടക കരാറിന്റെ മറവിൽ നേടിയെടുത്തതാണെന്നും അന്വേഷണം നടത്തി ഒഴിപ്പിക്കണമെന്നുമാണ് പരാതി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള മുറി ഒഴിയണമെന്ന് VK പ്രശാന്തിനോട് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. കൈവശാവകാശത്തിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കും. പ്രശാന്തിന്റെ വാടക കരാറും പരിശോധിക്കുമെന്ന് മേയർ പറഞ്ഞു. കേരളത്തിൽ മുഴുവനും പ്രത്യേകിച്ചും LDF ഭരിച്ചിരുന്നപ്പോഴേക്കും ഇതുപോലെ
കോർപ്പറേഷൻ്റെയും പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ തന്നെ നിരവധി ഓഫീസുകൾ കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വകാര്യ വ്യക്തികൾക്ക് അനധികൃതമായി കൊടുത്തിട്ടുണ്ട്, കൈവശം വെച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട് ഞങ്ങൾക്ക്. അതൊക്കെ തന്നെ ചർച്ച ചെയ്യണം, അതൊക്കെ തന്നെ പരിശോധിക്കണം. കൊമേഴ്സ്യൽ കോംപ്ലക്സിന് മാർക്കറ്റ് വാല്യൂ കോർപ്പറേഷൻ കിട്ടണം. മറ്റുള്ള ജനകീയമായ ഇടപെടലും കാര്യങ്ങൾക്കൊക്കെ തന്നെ നിയമപരമായിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, സാധാരണക്കാരായ ജനങ്ങളും ജനപ്രതിനിധികളും ഇരുന്ന് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ഇളവുകൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം. വി കെ പ്രശാന്തിന്റെ MLA ഹോസ്റ്റലിലെ മുറിയിൽ ആര് എന്ന ചോദ്യവുമായി KS ശബരിനാഥൻ. MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിലെ 31-32 മുറികൾ പ്രശാന്തിൻ്റെതാണ്. MLA ഹോസ്റ്റൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്നും KS ശബരിനാഥൻ ചോദിച്ചു. MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ 31-32 എന്നുള്ള 2 മുറികൾ ശ്രീ വി കെ പ്രശാന്ത് MLAക്ക് ഉണ്ട്. ഇപ്പോൾ MLAമാർക്ക് എല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് MLA ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു. പക്ഷേ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ്. ആ MLA ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട്, പ്രിൻ്ററുണ്ട്, വാഹന സൗകര്യമുണ്ട്, 2 മുറിയാണുള്ളത്. അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൂടാന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് ചോദിച്ചപ്പം ഉടനെ സംഘിപ്പട്ടം ചാർത്താനും BJP സഹായിക്കുക എന്ന് പറയുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല, വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ്. എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ഈ 31-32 നമ്പർ നിളയിലെ മുറികളിൽ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? അതേസമയം തന്റെ ഓഫീസ് ഒഴിയാൻ പറഞ്ഞത് BJPയുടെ ബുൾഡോസർ രാജിന്റെ കേരളത്തിലെ തുടക്കമെന്ന് സംശയിക്കുന്നതായി വി കെ പ്രശാന്ത് MLA. BJPക്ക് കുടപിടിക്കുന്നവരായി ശബരിനാഥൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മാറി. കോർപ്പറേഷൻ നിശ്ചയിച്ച വാടകയാണ് താൻ നൽകുന്നത് എന്നും പ്രശാന്ത് പറഞ്ഞു. ഒരുപക്ഷെ BJPയുടെ അജണ്ട ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ 140 നിയമസഭാ സാമാജികർക്കും MLA ഹോസ്റ്റലിൽ റൂം അനുവദിച്ചിട്ടുണ്ട്. അത് നിയമസഭ നടക്കുന്ന വേളകളിൽ MLAമാർക്ക് താമസിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന് താമസിക്കാനും കാണാൻ വരുന്നവരെ സന്ദർശിക്കുന്നതിനും ഒക്കെയാണ് ആ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത്. ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഓഫീസ്. BJPക്ക് കൊടപിടിക്കുന്നവരായി ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ്. അപ്പോൾ ഇത്രയും നാൾ 7 വർഷമില്ലാത്ത ഒരു ആക്ഷേപം BJP ഉന്നയിക്കുകയും MLA അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ അതിന് കുടപിടിക്കുന്ന നിലയിലേക്ക് ശബരിനാഥനെ പോലെയുള്ള ആളുകൾ മാറുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം. കൗൺസിലർ MLA വിഷയത്തിൽ ഇടപെടാനില്ല എന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ക്വാർട്ടേഴ്സിലെ മുറി ഉപയോഗിക്കേണ്ടത് MLA ആണ്. മറ്റ് ആവശ്യത്തിനു വേണ്ടി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് സ്പീക്കറാണെന്നും പറഞ്ഞു. അങ്ങനെ നിയമമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ സുഖമായിട്ട് 8 വർഷം അവിടെ ഉപയോഗിച്ചു. വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിലെ എല്ലാ ആളുകളും എന്നെ കാണാൻ അവിടെ വന്നിരുന്നു. ഞാൻ മറ്റൊരു സ്ഥലവും ഓഫീസിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടില്ല. MLA ക്വാർട്ടേഴ്സിലെ മുറി MLAമാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മറ്റൊരാവശ്യത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്പീക്കറാണ് അതിൻ്റെ പരമാധികാരി. അത് ഒഴിയാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ MLA ക്വാർട്ടേഴ്സിലെ മുറികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ട. അത് MLAമാർക്കുള്ളതാണ് MLA ക്വാർട്ടേഴ്സ്. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ. എൻ്റെ അതേ ഇഷ്ടം തന്നെ മറ്റുള്ളവരും ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ച BJP നടപ്പാക്കുന്ന ആദ്യത്തെ അജണ്ട MLA ഒഴിപ്പിക്കുന്നതാണോ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ശബരിനാഥൻ BJPയുടെ നിലപാട് പിന്തുടരുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. നഗരജീവിതത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി ചെയ്യാനാണെങ്കിൽ ഒരുപാട് ചെയ്യേണ്ടതുണ്ട്. അതൊന്നും ചെയ്യാൻ കൂട്ടാക്കാതെ ഒന്നാമത്തെ അജണ്ട വിജയിച്ചു വന്ന ഒരു മുൻ DGPയെ കൊണ്ട് ഒരു MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുതരം ഒഴിപ്പിക്കൽ പണി, അതാണോ BJPയുടെ മുഖ്യ പരിപാടി? ഈ ഒഴിപ്പിക്കൽ ഇതുപോലെ പോയാൽ ആരെങ്കിലും ഒഴിപ്പിക്കും? ആദ്യം MLA ആണെങ്കിൽ നാളെ ആരായിരിക്കും? അതുകൊണ്ട് ഒഴിപ്പിക്കൽ നയം സ്വീകരിക്കുന്ന BJPയുടെ ഈ പോക്ക് വാസ്തവത്തിൽ ഈ നഗരഭരണത്തെ പറ്റിയുള്ള BJP കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും നാണം കെട്ട സങ്കുചിതമായ ചിന്ത എന്താണ്, ബോധമെന്താണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതേപ്പറ്റി പ്രതിഷേധിക്കാനേ ആർക്കും സാധിക്കും. ഈ പറഞ്ഞ മാതിരി BJPയുടെ അജണ്ട, ആദ്യത്തെ അജണ്ട ഒരു MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കണ്ണൂർ കരിവെള്ളൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. കരിവെള്ളൂരിലെ ഗാന്ധി മന്ദിരമാണ് പൂട്ട് പൊളിച്ച് അകത്ത് കയറി അക്രമികൾ തകർത്തത്. ഓഫീസിനകത്തുണ്ടായിരുന്ന പ്രചരണ ബോർഡുകൾ തീവെച്ച് നശിപ്പിച്ചു. ദേശീയ നേതാക്കളുടെ ചിത്രങ്ങൾ തകർക്കുകയും ചെയ്തു. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അക്രമത്തിന് പിന്നിൽ CPM എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. തൃശൂർ മറ്റത്തൂരിന് പിന്നാലെ പാറളം പഞ്ചായത്തിലും BJPയെ കോൺഗ്രസ് സഹായിച്ചതായി ആരോപണം. UDF 6, NDA 6
LDF 5 എന്നതായിരുന്നു കക്ഷിനില. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് UDFന്റെ വനിതാ നേതാവ് വോട്ട് അസാധുവാക്കുകയായിരുന്നു. ഇതോടെ BJP പാർളം പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചു. വോട്ട് അസാധുവാക്കിയ വനിതാ നേതാവിനെയാണ് ആദ്യം പ്രസിഡന്റായി തീരുമാനിച്ചിരുന്നത്. പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്ത് പുതിയ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചതോടെയാണ് വോട്ട് അസാധുവാക്കി BJPയെ സഹായിച്ചത് എന്നാണ് ആരോപണം. ഒരു സ്ഥാനാർത്ഥി ബോധപൂർവം വോട്ട് അസാധുവാക്കി BJPയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള മറ്റത്തൂർ പഠനം പാർലത്ത് നടത്തിയിരിക്കുകയാണ്. ഈ അവസരം ഒരുക്കിയത് ഈ KPCCയുടെ ജനറൽ സെക്രട്ടറി താമസിക്കുന്ന വാർഡിൽ, താമസിക്കുന്ന പഞ്ചായത്തിൽ, KPCCയുടെ കീഴ്ഘടകമായിട്ടുള്ള DCCയുടെ ജനറൽ സെക്രട്ടറി താമസിക്കുന്ന അവരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ്. ആ KPCCയുടെയും DCCയുടെയും നേതാക്കൾ നിറഞ്ഞു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവർ വോട്ട് തേടിയപ്പോൾ നൈസായിട്ട് BJPക്ക് ഒരു വോട്ടിന് മുൻകൈ നേടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവസരമൊരുക്കുകയാണുണ്ടായത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കാലുമാറ്റത്തിൽ പ്രതികരിച്ച് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും നിലവിലെ മറ്റത്തൂർ പഞ്ചായത്ത് അംഗവുമായ KR ഔസേപ്പ് 11ാം വാർഡിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നതിനാൽ ഡിസംബർ 1 തന്നെ പാർട്ടി അംഗത്വത്തിൽ നിന്നും 6 വർഷത്തേക്ക് പുറത്താക്കിയിരുന്നു. തനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ പ്രധാനി BJPക്കാരനായിരുന്നു. ജയിച്ചപ്പോൾ 23-ാം തീയതി കോൺഗ്രസ് നേതാക്കൾ തന്റെ വീട്ടിൽ വന്ന് ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും BJPയുമായി സഖ്യമുള്ളതുകൊണ്ടാണ് താൻ കൂടെ നിൽക്കാത്തത് എന്നും ഔസേപ്പ് പറഞ്ഞു. ഇങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഭരിക്കും, അതെന്തൊരു എനിക്ക് മനസ്സിലാവില്ല, അത് എന്ത് ഫോർമുലയാണ്, നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു BJP നമുക്ക് വോട്ട് ചെയ്യും, അപ്പോൾ അതുകൊണ്ട് നീ കൂടെ നിൽക്കണം, നീയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ വാർഡിലെ ഇപ്രാവശ്യം ഞാൻ 3ാമത്തെ പ്രാവശ്യം മത്സരിക്കുന്നത്. ഇപ്പോൾ മത്സരിക്കുന്ന വാർഡ് ഞാൻ താമസിക്കുന്ന വാർഡോ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച വാർഡോ അല്ല, അതിൻ്റെ അപ്പുറത്തുള്ള വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. ആ വാർഡിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വിഭാഗങ്ങളും എന്നെ ഈ സ്വതന്ത്രനായിട്ട് സ്വീകരിച്ചത് ഞാനൊരു മത അധിഷ്ഠിതമായിട്ടുള്ള ഒരു കക്ഷിയിലും കൂടെ നിൽക്കില്ല എന്ന് കൃത്യമായിട്ട് തന്നെ എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ്. വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, നേരത്തെ തന്നെ കോൺഗ്രസ് വലിയ ആശയക്കുഴപ്പത്തിലാണ്, പ്രതിസന്ധിയിലാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഔസേപ്പ് കൂടി ഇത്തരമൊരു പ്രതികരണം നടത്തുന്നത്. BJPയുമായി സഖ്യമുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ലിജിൻ, തീർച്ചയായും അതുതന്നെയാണ്. അതായത് ഈ ഔസേപ്പിനെ നേരത്തെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ നിൽക്കുന്നതുകൊണ്ട് സമന്വയിപ്പിച്ച കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്നുള്ളൊരു കാര്യം ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് തയ്യാറായില്ല. മാത്രമല്ല, ഇദ്ദേഹം ജയിച്ചതിനു ശേഷം വീണ്ടും കോൺഗ്രസ്സുകാർ ഇയാളുടെ വീട്ടിലെത്തി 23-ാം തീയതി വീട്ടിലെത്തി കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസും BJPയും ഇത്തരത്തിൽ സഖ്യമുള്ളതിനാലാണ് കോൺഗ്രസിനൊപ്പം നിൽക്കാത്തത് എന്നാണ് ഇപ്പോൾ ഔസേപ്പ് പറഞ്ഞത്. മാത്രമല്ല, ഔസേപ്പ് ഈ LDFനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ മറ്റത്തൂരിൽ ഉണ്ടായ ഒരു കാര്യം കൂടി, ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ ഇന്ന് രാവിലെ കോൺഗ്രസ് DCC പ്രസിഡന്റ് അടക്കം ഇയാളെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ നിലവിൽ ഇയാൾ കോൺഗ്രസിലില്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരു സാഹചര്യമാണ്. പക്ഷേ CPMനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു ആരോപണം ഇയാൾക്കെതിരെയുണ്ട്. പക്ഷേ ഇതിന് മറുപടിയായി ഇയാൾ പറയുന്നത് കോൺഗ്രസിനൊപ്പം നിൽക്കാത്തത് ഈ കോൺഗ്രസ് BJP ബാന്ധവമുള്ളതിന് കൊണ്ടാണ് നിൽക്കാത്തത്. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അവിടെ കോൺഗ്രസ് മെമ്പർമാർ രാജിവെച്ച് BJPയിലേക്ക് ചേർന്നുണ്ടായിരുന്നു. 2 വിമതരുണ്ടായിരുന്നു. ഇവരെ ചേർത്ത് ഈ മറ്റത്തൂരിൽ ഒരു BJP സഖ്യമുണ്ടാക്കിയതിനാലാണ് സ്വതന്ത്രനായി നിൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ട് പ്രവർത്തിക്കേണ്ടി വന്നത് എന്നുള്ളൊരു കാര്യമാണ് ഔസേപ്പ് പറയുന്നത്. അതിൽ കൃത്യമായി തന്നെ ഈ ഒരു DCC പ്രസിഡന്റിനെയും കോൺഗ്രസിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിൽ തന്നെയാണ് ഔസേപ്പ് ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലിയ ഒരു വീഴ്ച സംഭവിച്ചു. അതായത് വീണ്ടും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ ഒരു മുൻ കോൺഗ്രസ്സുകാരൻ കൂടിയായ ഔസേപ്പ് ഇപ്പോൾ പറയുന്നത്. നിലവിൽ ഇയാൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല, സ്വതന്ത്രനായി മത്സരിച്ചാണ് വിജയിച്ചത്. പക്ഷേ BJPയുമായി കോൺഗ്രസിന് ബന്ധമുണ്ട് എന്ന് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടി വീണ്ടും പുറത്തു പറയുന്ന ഒരു സാഹചര്യമാണ്. അത് വീണ്ടും DCCയെ പ്രതിസന്ധിയിലാക്കുകയാണ്. ലിജിൻ, തീർച്ചയായിട്ടും എന്തായാലും BJP കോൺഗ്രസ് ബാന്ധവമുണ്ട് എന്ന് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റാണ് പറയുന്നത്. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്.
തൃശൂർ പാറളത്ത് അന്വേഷണ വിധേയമായി വോട്ട് അസാധുവാക്കിയ ബിന്ദു ടീച്ചറെ സസ്പെൻഡ് ചെയ്തുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. അവർക്ക് പിഴവ് പറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷേ പൊതുജനങ്ങളുടെ കണ്ണിൽ അത് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബിന്ദുവിനോട് വിശദീകരണം തേടിയിരുന്നു. ബിന്ദുവിന്റെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുവെന്നും ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. അല്ല, ഞാൻ പറഞ്ഞു, അതായത് അവിടെ അത്തരത്തിലുള്ള കാര്യമല്ല. ഇവർക്ക് അസാധുവായി പോയത് ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന കൈപ്പഴയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ അത് ന്യായീകരിക്കത്തക്ക ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടു. അത് ഒരു തൃപ്തികരമല്ലാത്ത വിശദീകരണമായതുകൊണ്ട് നടപടി സ്വീകരിച്ചു. അവർ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബിന്ദു ടീച്ചർ. മറ്റത്തൊരിൽ അന്ത്യശാസനവുമായി തൃശൂർ DCC പ്രസിഡന്റ്. കൂറുമാറിയവരെ അയോഗ്യരാക്കാനുള്ള നടപടി തുടങ്ങി. ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയ പശ്ചാത്തലത്തിൽ ഒരു അവസരം കൊടുക്കുകയാണ്. ഒരു കാരണവശാലും വാങ്ങാൻ പറ്റാത്ത സഹായമാണ് വാങ്ങിയത് എന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കോഴിക്കോട് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കലുങ്കിൽ വീണ് കാൽനട യാത്രികന് ദാരുണാന്ത്യം. വില്യാപ്പള്ളി സ്വദേശി മൂസയാണ് മരിച്ചത്. വടകര വില്യാപ്പള്ളിയിലാണ് സംഭവം. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായി കടയിലേക്ക് ഇറങ്ങിയ വില്യാപ്പള്ളി സ്വദേശി മൂസ ഏറെ വൈകിട്ടും തിരിച്ചെത്തിയിരുന്നില്ല. തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ മൂസയെ അമരാവതിയിലെ ജയകേരള കലാവേദിക്ക് സമീപത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കലുങ്കിൽ വീണ നിലയിൽ രാത്രി കണ്ടെത്തുകയായിരുന്നു. തല കലുങ്കിലേക്ക് പതിച്ചിരിക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അബദ്ധത്തിൽ വീണതായിരിക്കുമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം സംഭവ സ്ഥലത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ആന്ധ്ര വിശാഖപട്ടണത്തിന് സമീപം ടാറ്റാ നഗർ എറണാകുളം എക്സ്പ്രസ് ട്രെയിനിന് തീപിടിച്ചു. ഒരാൾ മരിച്ചു. 2 AC കോച്ചുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. കോച്ചിലുള്ളവരെ അതിവേഗം തന്നെ ഒഴിപ്പിച്ചതിനാൽ വൻ അപകടം ഒഴിവായി. B1, M2 കോച്ചുകളാണ് കത്തിയത്. കോച്ചുകളിൽ ഉണ്ടായിരുന്ന 158 യാത്രക്കാരെ രക്ഷപ്പെടുത്തി. ഒരാൾ മരിച്ചെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ട്രെയിൻ അനകാപ്പള്ളി ജില്ലയിലെ യലമഞ്ചലി സ്റ്റേഷന് സമീപം എത്തിയപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. വിശാഖപട്ടണത്ത് നിന്ന് 66 കിലോമീറ്റർ അകലെയാണ് ഈ സ്റ്റേഷൻ. കോച്ചിലുള്ളവരെ അതിവേഗം ഒഴിപ്പിച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. B1 കോച്ചിന്റെ ബ്രേക്കിൽ നിന്നുണ്ടായ തീയാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. കത്തിനശിച്ച കോച്ചുകളിലെ യാത്രക്കാരെ ബസ്സുകളിൽ സമീപത്തെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പുതിയ AC കോച്ചുകൾ ട്രെയിനിൽ ഘടിപ്പിച്ച് യാത്ര തുടർന്നു. 2 ഫോറൻസിക് ടീമുകൾ തീപിടുത്തമുണ്ടായ സ്ഥലത്തെത്തി പരിശോധന നടത്തി. റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരും ആന്ധ്ര ആരോഗ്യമന്ത്രിയും സംഭവസ്ഥലത്തെത്തി. എന്തുകൊണ്ടാണ് തീപിടുത്തമുണ്ടായതെന്ന് പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാനാകൂവെന്ന് റെയിൽവേ അറിയിച്ചു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റു ട്രെയിനുകളിലും സുരക്ഷാ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. പലയിടത്തും താപനില 5-ലേക്കെത്തി. മൂടൽ മഞ്ഞും രൂക്ഷമാണ്. 120 വിമാന സർവീസുകൾ റദ്ദാക്കി. ദൂരക്കാഴ്ച കുറഞ്ഞതോടെ 5 സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിലെ സ്കൂളുകൾക്ക് ജനുവരി 1 വരെ അവധിയാണ്. റെയിൽ ഗതാഗതങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. വായുമലിനീകരണവും രൂക്ഷമായി തുടരുകയാണ്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളിലാണ് ശബരിമല. മണ്ഡല മഹോത്സവം പൂർത്തിയാക്കി അടച്ച നട നാളെ വീണ്ടും തുറക്കും. ശരണമന്ത്രങ്ങൾ മുഴങ്ങിക്കേട്ട തീർത്ഥാടന പാതകളിലും ശബരീശ സന്നിധിയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയും പരിസര പ്രദേശങ്ങളും ഒരുങ്ങുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയാണ്. പോലീസ്, എക്സൈസ്, ദേവസ്വം, വിശുദ്ധിസേന എന്നീ വിഭാഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സ്വാമിയയ്യപ്പൻ റോഡിന്റെ ഇരുവശവും നീലിമല കവാടം മുതൽ ശബരിപീഠം വരെയും പമ്പ പരിസരവും ശബരിപീഠം മുതൽ സന്നിധാനം വരെയുമുള്ള പ്രദേശങ്ങളുമൊക്കെ മകരവിളക്ക് ഉത്സവത്തിനായി ഒരുങ്ങുകയാണ്. ക്ഷേത്രത്തിലെ ആഴി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. മകരവിളക്ക് മഹോത്സവത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് നട വീണ്ടും തുറന്ന ശേഷം ആഴിയിൽ അഗ്നി തെളിയിക്കും. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് സുഗമമായ വൈദ്യുതി വിതരണം ഉറപ്പാക്കാൻ KSEBയുടെ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. പമ്പ, സന്നിധാനം, നിലയ്ക്കൽ, ശബരിമലയിലെ മറ്റനുബന്ധ പ്രദേശങ്ങളിലെ വൈദ്യുതി വിതരണ സംവിധാനങ്ങളുടെ പരിശോധനയും അറ്റകുറ്റപ്പണികളും നടത്തുന്നുണ്ട്. ഇതിനായി കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചു. മകരവിളക്കിന് ഭക്തർ കൂടുതലായി വരുന്ന സ്ഥലങ്ങളിലും ലൈറ്റുകൾ സ്ഥാപിച്ചു വരികയാണ്. സുരക്ഷാ പരിശോധനകളും ദ്രുതഗതിയിൽ തുടരുന്നു.
മണ്ഡല തീർത്ഥാടനത്തിന് മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ഭക്തർ എത്തിയതിനാൽ മകരവിളക്കിനും മല ചവിട്ടുന്ന അയ്യപ്പന്മാരുടെ എണ്ണം കൂടും. ഇത് കണക്കിലെടുത്ത കൂടുതൽ ക്രമീകരണങ്ങൾ ഇത്തവണ മകരവിളക്ക് തീർത്ഥാടനത്തിനും ഉണ്ടാകും. ജനുവരി 14-നാണ് മകരവിളക്ക്. അമൃത ന്യൂസ്, സന്നിധാനം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLA PV അൻവറിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ സ്വത്തിൽ 50 കോടി വർധനയുണ്ടായി എന്നാണ് EDയുടെ കണ്ടെത്തൽ. വിജിലൻസ് എടുത്ത കേസിന്റെ തുടർച്ചയായിട്ടാണ് EDയും കേസെടുത്തത്. വിവാദമായതോടെ ബംഗളൂരു യലഹങ്കയിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി കർണാടക സർക്കാർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. വൈകുന്നേരം 4-ന് ചേരുന്ന യോഗത്തിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പുനരധിവാസ പാക്കേജ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഇന്നുണ്ടാകും. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്ന AICC നിർദ്ദേശത്തിന് പിന്നാലെയാണ് സർക്കാരിന്റെ നീക്കം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക.